ഹായ് വെൽക്കം ടു കോഡ് യുറേക്ക. ഇന്ന് നമ്മൾ നോക്കുന്നത് ബിസിനസ് ഓണേഴ്സും ഡിജിറ്റൽ മാർക്കറ്റേഴ്സും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കിടിലൻ ടൂളിനെ പറ്റിയാണ്. സിമിലർ വെബ് എന്നാണ് ആ ടൂളിൻ്റെ പേര്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് കോമ്പറ്റേറ്റീവ്സ് അനാലിസിസും മാർക്കറ്റ് റിസർച്ചും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കിടിലൻ ടൂളാണ്. ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് നേരെ പോവുക, സിമിലർ വെബ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ലിങ്ക് കിട്ടും. ആ ലിസ്റ്റ് കാണുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഹോം സ്ക്രീനായിട്ട് കിട്ടുന്നത്. ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടെ ഒരു വെബ്സൈറ്റിൻ്റെ പേര് കൊടുത്തിട്ട് അനാലിസിസ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്കൊരു ലോഗിൻ ചോദിക്കും. നമുക്കൊരു ഗൂഗിൾ ID ഉണ്ടെങ്കിൽ വർക്കിംഗ് ആയിട്ടുള്ള ഗൂഗിൾ ID വെച്ചിട്ട് നമുക്ക് അതിൻ്റെ സിമ്പിളായിട്ട് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ലോഗിൻ ചെയ്യുമ്പോൾ ഒരു 3-4 ക്വസ്റ്റ്യൻസ് ചോദിക്കും. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. നമുക്കിവിടെ മാതൃഭൂമി.com ഞാൻ വെറുതെ ഒന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം അനാലിസിസ് എന്ന് പറഞ്ഞ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ലോഗിൻ ഡീറ്റെയിൽസിലോട്ട് പോകും. അവിടെ നമുക്കൊരു ഗൂഗിൾ ID വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ കണ്ടു, ഇവിടെ താഴെ കാണുന്ന സൈൻ അപ്പ് വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞ ബട്ടണിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് അപ്പോൾ നമ്മൾ ഓൾറെഡി ലോഗിനായിട്ട് കിടക്കുന്ന അക്കൗണ്ട് കാണിക്കുക. അത് നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കണ്ടിന്യൂ കൊടുത്താൽ മതിയാവും. ജസ്റ്റ് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെ ഇവിടെ ഒരു ഡയലോഗ് ബോക്സ് വരും. അതിന് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോഴത്തേക്കും നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകും. ഇപ്പോൾ നമ്മൾ സിമിലർ വെബിൻ്റെ ഫസ്റ്റ് ഇതിലേക്ക് വന്നു. അവിടെ നമ്മൾ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഞാനിവിടെ പേഴ്സണൽ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻ കൊടുത്ത് ആൻസർ കൊടുത്താലും കുഴപ്പമില്ല. അതിനുശേഷം നല്ല ജോബ് ടൈറ്റിൽ നോക്കി ഞാനിപ്പോൾ ഫ്രീലാൻസർ എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഫ്രീലാൻസർ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും താഴെ അവിടെ സജഷൻ വരും. അവിടെ നിന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. അവിടെ നിന്ന് ഇപ്പം ഞാൻ ഇവിടെ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂട്ടർ എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്തു. യുവർ കമ്പനി വെബ്സൈറ്റ് ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് കൊടുത്താൽ മതി. ഇത് കൊടുക്കണമെന്നൊന്നുമില്ല, നമ്മുടെ തന്നെ വേണമെന്നല്ല. ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ജസ്റ്റ് അവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോഴേ നെക്സ്റ്റ് ആക്റ്റീവ് ആവത്തുള്ളൂ. നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ കമ്പനി എത്ര വരും, ഞാൻ 1 to 10 സെലക്ട് ചെയ്യാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. വാട്ട് ഇൻഡസ്ട്രി ഡു യു വർക്ക് ഇൻ, ഞാൻ IT കൊടുക്കുകയാണ്. IT ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് കൊടുത്തു. ഇവിടെ ഒരു ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫോൺ നമ്പർ ധൈര്യമായിട്ട് കൊടുക്കാം, വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഞാനിപ്പോൾ ഇന്ത്യയുടെ കോഡ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് എൻ്റെ ഫോൺ നമ്പർ ജസ്റ്റ് ഒരു ഫോൺ നമ്പർ കൊടുക്കുകയാണ്. നമ്മളിവിടെ ഫോൺ നമ്പർ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കണം. ഓക്കെ, ഞാനൊരു ഫോൺ നമ്പർ ഏതെങ്കിലും ഒരു ഫോൺ നമ്പർ കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അടുത്ത സ്റ്റെപ്പ് വരും. ഇവിടെ സ്കിപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് സ്കിപ്പ് ചെയ്താൽ മതി. സ്കിപ്പ് കൊടുക്കുക. നെക്സ്റ്റ് സ്കിപ്പ് കൊടുക്കുക. ഇവിടെ വന്നിട്ട് അത് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സ്റ്റാർട്ട് ഫ്രീ ട്രയൽ എന്നുള്ളതിൽ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കവിടെ സ്കിപ്പ് ചെയ്യാനായിട്ട് ഓപ്ഷൻ വരും. താഴെ പോവുക. അവിടെ നമ്മൾ മേ ബി ലേറ്റർ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. മേ ബി ലേറ്റർ. അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് സ്കിപ്പ് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഡാഷ്ബോർഡ് വന്നു. കണ്ടോ, ഇവിടുത്താണ് നമ്മുടെ ഡാഷ്ബോർഡ്. ഇവിടെ തന്നെ ഹായ് കോഡ് യുറേക്ക എന്ന് പറഞ്ഞിട്ട് ഡാഷ്ബോർഡ് വന്നു. ഇവിടെ നമുക്ക് ആ വെബ്സൈറ്റ്, ഏത് വെബ്സൈറ്റാണ് നമുക്ക് അനാലിസിസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഒന്നിലധികം വെബ്സൈറ്റ്, ഇപ്പോൾ 2 വെബ്സൈറ്റ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. നമുക്ക് ആദ്യം ഒരു വെബ്സൈറ്റ് ഒന്ന് എൻ്റർ ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഒരു വെബ്സൈറ്റ് കൊടുക്കുകയാണ്. മാതൃഭൂമി.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് തന്നെ കൊടുക്കുകയാണ്. കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ പെർഫോമൻസ്, നമ്മൾ വെബ്സൈറ്റ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടാബിലാണ് നമ്മളത് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ പെർഫോമൻസ്, നമ്മൾ കൊടുത്ത വെബ്സൈറ്റിൻ്റെ ഫുൾ റിപ്പോർട്ട് നമുക്കവിടെ കിട്ടും. അത് നമുക്ക് എക്സ്പോർട്ട് PDF എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതുവഴി വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും പറ്റും. PDF ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് താഴേക്ക് ലോഡ് ആവുന്നുണ്ട്. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. കേട്ടോ, ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ടോട്ടൽ വിസിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ജൂലൈ 2024 ഉണ്ട്. അവിടെ ടോപ്പിൽ നമുക്കൊരു ഡേറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ഡേറ്റ് ഇവിടെ കണ്ടോ, ആ ഡേറ്റ് മാറ്റി കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഏത് മാസത്തെ നമുക്ക് എടുക്കണമെന്നുള്ളത്, ഏത് പീരീഡ്സിൽ എടുക്കണമെന്നുള്ള അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ പീരീഡിലായിരിക്കും കാണുന്നത്. ഇപ്പോൾ നമ്മൾ ജൂലൈ ആണ് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ 26.91 മില്യൺ വിസിറ്റാണ് ഈ വെബ്സൈറ്റിന് ജൂലൈയിൽ ഉള്ളത്.
കണ്ടോ, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണിക്കുന്നത് അത് എത്ര ശതമാനം ഡെസ്ക്ടോപ്പ് വഴിയും എത്ര ശതമാനം മൊബൈൽ വെബ് വഴിയാണെന്നുള്ളതാണ്. 90% മൊബൈൽ വെബ് വഴിയാണ്, ഏകദേശം ഒരു 10% ഉള്ളൂ ഡെസ്ക്ടോപ്പ് വഴി നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അവിടെ നമ്മൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഗ്ലോബൽ റാങ്ക്, ഈ സൈറ്റിൻ്റെ ഗ്ലോബൽ റാങ്ക് എത്രയാണ്, കൺട്രി റാങ്ക് 301 കാണാൻ പറ്റും, ഇൻഡസ്ട്രി റാങ്ക് എത്രയാണെന്ന് 376 കാണാൻ പറ്റും. പിന്നെ അവിടെ എൻഗേജ്മെൻറ്റ് ഓവർവ്യൂ കാണിക്കുന്നുണ്ട്, അതിൻ്റെ വിസിറ്റ് ഡ്യൂറേഷൻ കാണിക്കുന്നുണ്ട്, അതിനുശേഷം ഗ്രാഫ് കാണിക്കുന്നുണ്ട്, അതിൻ്റെ വിസിറ്റ് എങ്ങനെയാണ് പോകുന്നത്, ഓരോ മന്ത് വൈസും എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത് അവിടെ കാണാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ടോപ്പ് കൺട്രീസ്, ഏത് കൺട്രീസിൽ നിന്നൊക്കെയാണ് ഈ നമ്മുടെ ഈ സൈറ്റിന് ഏറ്റവും കൂടുതൽ വിസിറ്റ് വരുന്നതെന്നുള്ളതാണ്. കൂടുതൽ ഇന്ത്യയിൽ നിന്നാണെന്ന് ഇന്ത്യയിൽ നിന്ന് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് 80% ഇന്ത്യയിൽ നിന്നാണ്. പിന്നെ UAE, ഖത്തർ, US, UK ഇതൊക്കെ കാണാനായിട്ട് പറ്റും. അതിന് പെർസെൻറ്റേജ് അവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. കണ്ടോ, താഴോട്ട് പോയി കഴിഞ്ഞാൽ ചാനൽ ഓവർവ്യൂ കാണാനായിട്ട് പറ്റും. അതിൻ്റെ അകത്ത് ഡയറക്റ്റ് എത്രയാണ്, റഫറൻഷ്യൽ വഴി എത്ര പെർസെൻറ്റേജാണ്, ഓർഗാനിക് സെർച്ച് വഴി എത്രയാണ്, ഇതൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അതിൻ്റെ താഴെ കണ്ടോ ഓർഗാനിക് സെർച്ചിൻ്റെ ഡീറ്റെയിൽസാണ് ഈ കാണിക്കുന്നത്. അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണിക്കുന്നത് കണ്ടോ കീവേഡ്സ് ആണ് കാണിക്കുന്നത്, ഏതൊക്കെ ഓർഗാനിക് കീവേഡ് വഴിയിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് വിസിറ്റ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ആ കീവേഡ്സ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. നമ്മൾ കീവേഡ്സിനെ പറ്റിയൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. പിന്നെ ഇവിടെ റഫറൽ വന്നേക്കുന്നുണ്ട്, ഏതൊക്കെ സൈറ്റിൽ നിന്നാണ് നമുക്ക് ഈ റഫറൽ ആയിട്ടുള്ള ലിങ്കുകൾ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ അകത്തുണ്ട് ആദ്യം കാണിക്കുന്ന മാതൃഭൂമിയുടെ തന്നെ സൈറ്റാണ്, അവിടെ നിന്നാണ് കൂടുതൽ അവർക്ക് വന്നേക്കുന്നത്. അതിനുശേഷം നല്ല W3 ന്യൂസ് പേപ്പേഴ്സിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുപോലെ അതായത് ഇതും കാണിക്കുന്നുണ്ട്, ഓരോ സൈറ്റ് ഏത് ഇൻഡസ്ട്രിയിൽ നിന്നാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അവിടെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഔട്ട് ഗോയിങ് നമ്മുടെ സൈറ്റിൽ നിന്ന് അങ്ങോട്ട് പോയിരിക്കുന്ന അതായത് ഏതൊക്കെ ലിങ്കാണെന്ന് കാണാൻ പറ്റും. അതിൻ്റെ ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് ആഡ് പോയിരിക്കുന്നത് ആമസോണിലേക്കാണ്. കണ്ടോ, ആമസോണിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആഡ് വഴി ക്ലിക്കാണ് പോയിരിക്കുന്നത് ആമസോണിലേക്ക്. അതുപോലെ ടോപ്പ് ആഡ് ഡെസ്റ്റിനേഷനാണ് റൈറ്റ് സൈഡിൽ കാണിക്കുന്നത്. പിന്നെ സോഷ്യൽ മീഡിയ എൻഗേജ്മെൻറ്റ് അതവിടെ കാണിക്കാനായിട്ട്. അടുത്ത ഇനി ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് വേറൊരു വെബ്സൈറ്റുമായിട്ട് വേണമെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കാം. ആ കമ്പയർ എന്ന് പറഞ്ഞാൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വെബ്സൈറ്റ് ആഡ് ചെയ്ത് ഈ 2 വെബ്സൈറ്റ് തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് വരും. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ സിമിലർ ആയിട്ടുള്ള സൈറ്റുകൾ അവിടെ കാണിക്കും. ഇപ്പോൾ അതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിന് ഇവിടെ കാണിക്കും. നല്ല നമുക്ക് ടൈപ്പ് ചെയ്തും കൊടുക്കാം. അവിടെ നമ്മൾ മനോരമ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് വേണം ഒരെണ്ണോടെ സെലക്ട് ചെയ്ത് 3 വഴിയുള്ള കമ്പാരിസൺ നോക്കാം. നമുക്ക് 2 നോക്കാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോഡാവും. കണ്ടോ, ഇപ്പോൾ നമ്മൾ മാതൃഭൂമിയുടെ മനോരമയുടെയും തമ്മിലുള്ള ഒരു കമ്പാരിസനാണ് ഇവിടെ എടുക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വെബ്സൈറ്റ് വഴി നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അവരുടെ ടോട്ടൽ വിസിറ്റും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും. അത് നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് PDF മാറ്റാനും പറ്റും കേട്ടോ. നമുക്കിത് ഇവിടെ കണ്ടില്ലേ, PDF മാറ്റാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കമ്പാരിസനാണ് ഈ കാണിക്കുന്നത്. ഗ്ലോബൽ റാങ്ക്, കൺട്രി റാങ്ക്, ഇൻഡസ്ട്രി റാങ്ക് ഇതൊക്കെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. കണ്ടോ, ഇവിടെ വന്നിട്ടുള്ളത് കണ്ടോ, അതാണ് മാതൃഭൂമിയുടെ ടോട്ടൽ റാങ്ക് എത്രയാണ്, ഗ്ലോബൽ റാങ്ക് എത്രയാണെന്നുള്ളതാണ്. മാതൃഭൂമിയുടെ 2768 മനോരമയുടെ 1457 കാണാനായിട്ട് പറ്റും. കൺട്രി റാങ്കിലും മനോരമ മുന്നിലാണെന്ന് ഇവിടെ കാണാൻ പറ്റും, 190, 301. അതുപോലെ തന്നെ ഇൻഡസ്ട്രി റാങ്കിലും 211, മനോരമ 374. അങ്ങനെ നമുക്ക് ഓരോന്നിൻ്റെയും ഇത് നമുക്ക് കമ്പാരിസൺ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ടോട്ടൽ വിസിറ്റ് എടുക്കുകയാണെങ്കിലും നമുക്കിവിടെ അറിയാനായിട്ട് പറ്റും. 46.3 മില്യനാണ് മനോരമ, 26.9 മില്യനാണ് മാതൃഭൂമി നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇപ്പം ഡിവൈസ് കോൺട്രിബ്യൂഷനും കാണിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ 2ലും മൊബൈലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വിസിറ്റ് കിട്ടിയേക്കുന്നത് മൊബൈൽ വഴിയാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് യൂസ് ചെയ്യുന്നത് ഇപ്പം മൊബൈലാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം അനാലിസിസ് ചെയ്യാനായിട്ട് ഈ ടൂൾ ഉപയോഗിക്കാം. ഇതെല്ലാവരും മസ്റ്റ് ആൻഡ് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ടൂളാണ്. ഇതിൻ്റെ അകത്തുണ്ട് ഓരോന്നും കാണിക്കുന്നുണ്ടോ, മന്ത്ലി വിസിറ്റേഴ്സിൻ്റെ എണ്ണം കാണിക്കുന്നുണ്ടോ, കമ്പാരിസനാണ് കാണിക്കുന്നത്, വിസിറ്റ് ഡ്യൂറേഷനാണ് സൈഡ് കാണിക്കുന്നത്. പിന്നെ അതുപോലെ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഇവിടെ കാണാനായിട്ട് പറ്റും. അതിൻ്റെ അകത്ത് ബ്ലൂ കളർ മാതൃഭൂമിയും ഓറഞ്ച് കളർ മനോരമയാണ്. കണ്ടോ, മുകളിൽ കാണിച്ചിട്ടുണ്ട്. 46.3 മില്യൺ മനോരമയും 26.9 മാതൃഭൂമിയാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് കമ്പാരിസൺ മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ടോപ്പ് കൺട്രീസ് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വരും. ഇന്ത്യ, UAE, ഖത്തർ, യുണൈറ്റഡ് സ്റ്റേറ്റ് അതെല്ലാം ഒരുപോലെ തന്നെയാണ് എല്ലാത്തിനും. അതിൻ്റെ പെർസെൻറ്റേജ് പക്ഷേ കൂടുതലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ട്. അത് നമുക്ക് ഇവിടുന്ന് അനാലിസിസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ താഴേക്ക് പോകുമ്പോൾ എല്ലാ ഓപ്ഷനും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് തമ്മിൽ 2 വെബ്സൈറ്റ് തമ്മിൽ കോമ്പറ്റീറ്റേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും. നമ്മുടെ വെബ്സൈറ്റും വേറെ നമ്മുടെ കോമ്പറ്റീറ്ററുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം, 2 കോമ്പറ്റീറ്ററിനെ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കാം. അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് റിസർച്ച് അനാലിസിസും റിപ്പോർട്ടുകളും നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ചാനൽ ഓവർവ്യൂ അത് കണ്ടോ ഇവിടെ കാണിക്കുന്നുണ്ടോ, ഓർഗാനിക് സെർച്ചിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്.
അതും നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് പറ്റും. ഏറ്റവും കൂടുതൽ ഓർഗാനിക് സെർച്ച് വഴി വന്നിരിക്കുന്ന കീവേഡ്സാണ് അവിടെ കാണിക്കുന്നത് കണ്ടോ. അതും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. താഴോട്ട് നോക്കുമ്പോഴത്തേക്കും സോഷ്യൽ മീഡിയയുടെ സംഭവങ്ങൾ, ഇത് ടോപ്പ് റെഫറിങ് വെബ്സൈറ്റ്സ്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഏതൊക്കെ വെബ്സൈറ്റിൽ നിന്നാണ് ഇങ്ങോട്ട് ലിങ്ക് വന്നിരിക്കുന്നത് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും കണ്ടോ. ഓരോന്നിൻ്റെ ഓരോ വെബ്സൈറ്റ് അതിൻ്റെ പെർസെൻറ്റേജ് അവിടെ കാണാനായിട്ട് പറ്റും. ആഡ് ഡെസ്റ്റിനേഷൻ, ആഡ് വന്നിരിക്കുന്നതിൻ്റെ സംഭവങ്ങൾ കാണാനായിട്ട് പറ്റും. അതിൻ്റെ ഓരോന്നിൻ്റെ ആ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കാണിക്കും. ഓറഞ്ച് കളർ മനോരമയും ബ്ലൂ കളർ മാതൃഭൂമിയാണ്. അതുപോലെ സോഷ്യൽ മീഡിയ, സോഷ്യൽ ട്രാഫിക് കാണിക്കുന്നുണ്ടോ, ഫേസ്ബുക്കിൻ്റെയും വാട്സാപ്പ്, ട്വിറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളുടെ എല്ലാം കാണിക്കുന്നുണ്ട്. ഏകദേശം സെയിം തന്നെയാണ് സോഷ്യൽ മീഡിയ ട്രാഫിക്കിൽ. അതുപോലെ നമുക്ക് ഇതുപോലെ ഓരോ ഡിസ്പ്ലേ ആഡ് നെറ്റ്വർക്ക് അതെല്ലാം നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഒരു ഉഗ്രൻ ടൂളാണ്. ഇത് നിങ്ങൾ മസ്റ്റായിട്ടും എല്ലാവരും ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കുക. ഇത് നമ്മുടെ വെബ്സൈറ്റുകൾ തമ്മിൽ കമ്പാരിസൺ ചെയ്യാനും അനാലിസിസ് ചെയ്യാനും ഒക്കെ ഉഗ്രൻ ടൂളാണിത്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഇതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. നിങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ബാക്കി നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച്.